അറിയുന്ന താറ്റ പറയാണ് ബൈ പിസ്താഷ്യോ മാന്തണ്ടേ ഇത് എനിക്ക് അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഹാലിമുള്ളാണ്. നല്ല രസമല്ലേ, നല്ല ക്യൂട്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ ഫോൺ എടുത്ത് ഇറങ്ങിയിട്ടോ. നിൻ്റെ അനിയത്തി അങ്ങ് ദുഫായിന്ന് വരുന്നുണ്ട്. നമ്മൾ ഹാദിനൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. പണികളൊക്കെ മടക്കി വെക്കാനുള്ളതും ചായ കുടിക്കില്ല അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാവിലെയുള്ള കുറച്ച് വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റൂ കേട്ടോ. അതിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് എല്ലാം ഒതുക്കി വെച്ച് പണികളൊക്കെ തീർത്ത് വൈകുന്നേരം ഞാൻ വിചാരിക്കിന് ഒന്ന് സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് നേരെ റോയാഡിലേക്ക് പോകാനാണ് കേട്ടോ. എന്നിട്ട് ഓളോട് അങ്ങോട്ടേക്ക് വരാൻ പറയാം. നമുക്ക് എന്തായാലും ഓൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ നോക്കാം. ഓല് തമ്മിൽ ഭയങ്കര അടിയാട്ടോ. കണ്ടാൽ സ്നേഹമാണ്, എന്നാലും സ്നേഹത്തിനായിട്ടും കൂടുതൽ ഓല അടിയാണ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായിരിക്കും ഓൻ്റെ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കിയേക്കാം. അപ്പം ഓക്കെ ബൈ, നിങ്ങളിനി കണ്ടോളി. സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞിരുന്നു ചെറിയ സർപ്രൈസ് ഉണ്ട്. എന്താ വെച്ചാൽ പറഞ്ഞ് അബ്ബയും ഉമ്മയും തന്നെ സ്കൂളിൽ കൂട്ടാൻ വരുന്നിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്ന് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇന്നല്ല സോറി നാളാണെന്ന്. പിന്നെ മിസ്സിനോട് വിളിച്ചറിഞ്ഞ് ഓനെ വൈകുന്നേരം ബസ്സിൽ വിടണ്ട, ഞാൻ കൂട്ടാൻ വന്നോളാന്ന് കേട്ടോ. അങ്ങനെ ഞാൻ ഓനെ കൂട്ടാൻ ചെന്നാണ്. നിങ്ങൾ കണ്ടോളി എന്തായിരിക്കും എങ്ങനെയാണ് എന്നുള്ളത്. എന്താ വാങ്ങി തന്നെ ഇങ്ങോട്ട് നോക്ക്. ഏതാ വേണ്ടി? എന്നാ വേഗം പോയി ഓർഡർ ചെയ്തോ. ഇനി ഓർഡർ ചെയ്യ്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യലുണ്ട്, നിങ്ങളറിയാം. ഇൻസ്റ്റയിലും ചെയ്യലുണ്ട്. നമുക്ക് ഫാനൊക്കെ ഉണ്ടടാ. ഇതിന്റെ മോനെ ആ ഉമ്മനെ അറിയുന്ന താറ്റ മാമിന്റെ കുഞ്ഞു പശുവിനെ മാമിന്റെ മാമിന്റെ പൊന്നാണ് പൊന്നാണ് പൊന്നും കത്താണ് നോക്കട്ടെ കരഞ്ഞ് ഗൈസ് ഹാദി കരഞ്ഞ് ഗൈസ്. അതാണ് ഗൈസ് ഓൾക്ക് എന്നോടുള്ള സ്നേഹം. ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ കച്ചറ കൂടണം കാണാം. ഞങ്ങൾ ചില ടൈമിൽ ഞങ്ങൾ കച്ചറ കൂടും, ചില ടൈമിൽ ഞങ്ങൾ ഇതാക്കും. പക്ഷെ ഇത്രയും ചെറിയൊരു പൈതൽ കരണമെന്നുണ്ടെങ്കിൽ ഓൾക്ക് എന്നെ ഇഷ്ടമുണ്ടായിട്ടാ. സർപ്രൈസ് ആക്കി മാമി. ഇതെന്താ വാങ്ങാ? ശരിക്കും ആദ്യമല്ല സർപ്രൈസ് ആയത് ഞങ്ങളാണ്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓനിങ്ങനെ കരയുന്നൊക്കെ ഉള്ളത് കേട്ടോ. ചെറിയ മക്കൾക്ക് ഇങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഓനിപ്പോൾ 6 വയസ്സായി. അവൻ കരയണമെന്നുണ്ടെങ്കിൽ ഓല് രണ്ടാളും തമ്മിൽ അത്രയും ബോണ്ടായിരിക്കാം. ഓല് കാണുമ്പോൾ ഫുൾ ടൈം അടിയാട്ടോ, എന്നാലും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും. മേമാണല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റ്സും ചായയൊക്കെ കേട്ടോ. നമ്മളതൊക്കെ കുടിച്ചിട്ട് രാത്രി നമ്മൾ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ അവിടെ നിന്ന് ഐസ്ക്രീമും ഓന് വാങ്ങി കൊടുത്തു കേട്ടോ. ഇനി നമ്മളെ മെയിൻ പരിപാടി എന്താ? പെട്ടി പൊട്ടിക്കൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് രാത്രി അങ്ങോട്ടേക്ക് പോകാം. യെസ്, ചെക്കന് ഞങ്ങൾ ഇറങ്ങി വണ്ടിമ്മ കയറി. എന്നിട്ട് ഓൻ ഇറങ്ങിയില്ല. ഓൻ അവിടെ ഫോണിൽ ഒരു 10 മിനിറ്റ് ഉണ്ട്. 1 മിനിറ്റ് കിട്ടിയാൽ ഓൻ ഫോണിൽ കളിക്കും. പക്ഷെ ഞാൻ കൊടുക്കൂല കേട്ടോ. എൻ്റെ ഫോൺ ഞാൻ തൊടാനും ഓന് കൊടുക്കൂല. പക്ഷെ ഇവരെ കണ്ടോ, ഞാൻ തൊട്ട് കാണിച്ചുതരാ. ആ എപ്പോഴും കൊടുക്കും. ഞാനും എനിക്കും അറിയില്ല. നമ്മൾ പറഞ്ഞ് മടുത്തു. ചോദിക്കുമ്പോ തിരിച്ചു തരും. നാലും ഇല്ലേ അതൊക്കെ നല്ല മോനാ. നല്ല മോനാ. തൊപ്പിയൊക്കെ അപ്പം ഇതാ നമ്മൾ നടമ്പുപോയിലേക്ക് പോവാണേ. എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പെട്ടി പൊട്ടിക്കാൻ എല്ലാവരും അവിടെ എത്തിന്. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് അവിടെ ഉണ്ട്. ഞങ്ങൾ പെട്ടി പൊട്ടിക്കാൻ അല്ല എന്നെ കൂട്ടൂല. ഓ ഈ പെട്ടിയിലുള്ള
ഈ പെട്ടിയിലുള്ളത് ഫുള്ള് മക്കൾക്കുള്ളതാണ്. അപ്പൊ മുതിർന്നവരുണ്ടോ എല്ലാവർക്കും ഇതായിരിക്കും. എനിക്ക് തരുമോ? ഇത് 3 ചെറിയ പിടുക്കുകൾക്കാ. ഏതാ വേണ്ടി? കുഞ്ഞോളെ മുതിർന്നതുകൊണ്ട് ഓൾക്ക് ഞാൻ അലിമൂര് ഈ മുട്ടായി ആർക്കാ വേറെ സാധനം ഇതമ്മ ഇനി എല്ലാവർക്കും ഉള്ളതുണ്ട്. ആരും സങ്കടപ്പെടണ്ട. ആമി ആർക്കും കൊണ്ടാടാൻ തന്നില്ല. എല്ലാവർക്കും ഉള്ളുണ്ട് കേട്ടോ. കൺഫ്യൂഷൻ ഭാവി എന്തോരാ സാധനമായി നമുക്കൊന്നുമില്ല. ടൈറ്റാന്റെ വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഒന്ന് മാറി. എക്സ്പ്രഷൻ കിട്ടിയില്ല. എല്ലാം ആഗ്രഹിച്ചു. പറയാതിരിക്കാൻ വയ്യ. എന്തോരം സാധനങ്ങൾ അവൾ കൊണ്ടുവന്നെന്നറിയോ? ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. ഓരോരുത്തർക്ക് ഇത് ആർക്കൊക്കെ കൊടുക്കണ്ടേന്ന് വരെ ഒക്കെ അറിയാം. ഇതെല്ലാം കൂടി ഉളപ്പരം വാങ്ങിയിട്ടുള്ള എല്ലാം കൂടി കുറച്ച് അങ്ങനെ വാങ്ങിയിട്ടുള്ള കേട്ടോ. ഒക്കെ അവിടെ ചെറിയൊരു ജോബുണ്ട് അളിയൻ്റെ കമ്പനിയിൽ തന്നെ. അപ്പോൾ എന്തായാലും മക്കൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഇങ്ങനെയൊന്നും കൊണ്ടുവരരുത് പറഞ്ഞു. കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിഷയമല്ലേ. ഇത് എന്തോരാ കൊണ്ടുവന്ന് എല്ലാവർക്കും പാകത്തിന് കൊണ്ടുവന്നാൽ കുഴപ്പമില്ല. ഇത് കുറച്ചിലധികം കൊണ്ടുവന്നോള്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നിട്ടില്ല. ഇനി കൊണ്ടുവരണ്ടെന്നല്ല, കൊണ്ടുവരുമ്പോൾ ഒരു ലിമിറ്റൊക്കെ വെച്ചിട്ട് കൊണ്ടുവരാതൊക്കെ ഇരുത്. ബൈ പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്തേക്കാം. ഹൈപ്പിനുള്ളതുണ്ടോ നോക്കട്ടെ ഞാൻ. ഹൈപ്പിനുള്ളതൊന്നുമില്ല കേട്ടോ. എന്താ പറയണോ? അച്ഛൻ്റെ വ്ളോഗിൽ കാക്കക്ക് വല്ലതും പറയാൻ പറ്റില്ല. എൻ്റെ അമ്മയ്ക്ക് നല്ല ഇറച്ചിച്ചോറ് ചട്ടി കരിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് കുറച്ച് ബാക്കിയായിരുന്നു. എന്നൊക്കെ ഇത് മതിയേ. ചട്ടിയൊക്കെ കരിഞ്ഞെന്നാലും തിന്ന. ഞാൻ വിചാരിച്ചത് എന്താ പറയുക, ഞാൻ ഉണ്ടാക്കുന്ന ഇറച്ചിച്ചോറാണ് നല്ല ടേസ്റ്റ്. പക്ഷെ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഇറച്ചിച്ചോറാണ് നല്ല ടേസ്റ്റ്. ശരിക്കും ഞാൻ ഇതുവരെ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഇറച്ചിച്ചോറ് കഴിച്ചില്ലേ. എന്ത് ടേസ്റ്റാണ്. ഇവിടെ ഫുള്ള് കച്ചറാണ്. മക്കളും അടിയും പടയായിട്ട്. കുക്കർ വടിച്ച് ഞാനെടുത്ത് ഞാൻ മാന്തണ്ടേ. ഇത് എനിക്ക് മാത്രം ഇറച്ചിച്ചോറ്, ആരും മാന്താൻ വരുന്നത്. ഇവിടെ ക്ലിയർ ഇല്ല. ഉണക്ക അതിൻ്റെ ഉള്ളിലാണ്. ആകെ എത്ര ഇറച്ചിച്ചോറിന്. കുഞ്ഞോളെ ഇങ്ങോട്ട് നോക്കരുത്. ഞാൻ വീഡിയോ എടുക്ക. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തുണ്ടാക്കണം. എൻ്റെ ഫോൺ കിട്ടായിട്ട് തരുന്നടാ ഫോൺ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഹാലിമയുള്ളതാണ്. നല്ല രസമല്ലേ, നല്ല ക്യൂട്ടില്ലേ. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.